നാവികസേനയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും എന്നും ഒരു നാഴികക്കല്ലാണ് സബ്മറൈനുകൾ അഥവാ അന്തർവാഹിനികൾ. അന്തർവാഹിനികളെ പറ്റി കൂടുതൽ അറിയാം ഇന്ന് നമ്മുടെ വീഡിയോയിൽ. കടലിനടിയിൽ ദിവസങ്ങളോളം മുങ്ങിക്കിടക്കുവാൻ കഴിയുന്നു അന്തർവാഹിനികൾക്ക്. 10 തൊട്ട് 30 മീറ്റർ നീളമുള്ള മിനി സബ്മറൈനുകൾ തൊട്ട് 175 മീറ്റർ നീളം വരുന്ന വലിയ സബ്മറൈനുകൾ വരെ ഉണ്ട്. എന്നാൽ ഇനി സബ്മറൈനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്താണ് സബ്മറൈനുകളുടെ ഉപയോഗം? സബ്മറൈനുകളെ പ്രധാനമായും യുദ്ധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ശത്രു രാജ്യത്തിന്റെ കപ്പലോ മറ്റും നമ്മുടെ രാജ്യത്തിൽ നിയന്ത്രണ രേഖ ലംഘിച്ചു കയറിയാൽ രഹസ്യമായി അന്തർവാഹിനികൾ ഉപയോഗിച്ച് അവയെ നശിപ്പിക്കുവാൻ സാധിക്കും. അതുകൂടാതെ ചാരപ്രവർത്തനങ്ങൾക്കും കടലിനടിയിലൂടെ ഏത് കടന്നാക്രമണങ്ങൾ ഉണ്ടായാലും ബോംബിടാൻ പോലും അന്തർവാഹിനികളെ കൊണ്ട് സാധിക്കുന്നു. ആഴക്കടലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഓയിൽ ആൻഡ് ഗ്യാസിന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ മൈനിങ്ങിന് സഹായിക്കുവാനും അന്തർവാഹിനികൾക്ക് കഴിയുന്നു. അന്തർവാഹിനികൾ ഇപ്പോൾ ടൂറിസത്തിന് വരെ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് സബ്മറൈനുകൾ കടലിനടിയിലേക്ക് മുങ്ങുന്നത്? എല്ലാ സബ്മറൈനിന്റെ അകത്ത് ബാലസ്റ്റ് ടാങ്ക് എന്ന ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ ഭാരം കൂട്ടിയും കുറച്ചുമാണ് ഇവ മുങ്ങുന്നതും പൊങ്ങി വരുന്നതും. അതായത് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് മുങ്ങിപ്പോകുകയും വെള്ളമില്ലാതിരുന്നാൽ അത് പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ബാലസ്റ്റ് ടാങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അന്തർവാഹിനികൾ താഴ്ന്ന് അടിയിലേക്ക് പോകുന്നു. പുറത്തു വരാൻ വേണ്ടി ആ വെള്ളത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ടാങ്ക് അന്തർവാഹിനികളെ ബാലൻസ് ചെയ്ത് മുങ്ങുവാനും പൊങ്ങി വരുവാനും സഹായിക്കുന്നു. അന്തർവാഹിനികൾ പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടു കൂടിയാണ് മുന്നിലേക്കും പുറകിലേക്കും പോകുന്നത്. അന്തർവാഹിനികളുടെ രണ്ട് സൈഡിലും എയ്റോപ്ലെയിൻ ഉള്ളതുപോലെ ഉള്ള ചിറകുകൾ ഉണ്ട്, മുങ്ങുകയും പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. എന്താണ് അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? 2 തരം പവർ ഉള്ള അന്തർവാഹിനികൾ ഉണ്ട്. ആദ്യമായി ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ. പേര് പോലെ തന്നെ ഇവ ഡീസലിലും ഇലക്ട്രിക് ചാർജിലുമാണ് പ്രവർത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇവയാണ് കൂടുതലുമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. എന്തെന്നാൽ ഓരോ പ്രാവശ്യവും ചാർജ് തീരുമ്പോൾ ഉപരിതലത്തിലെത്തി ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അങ്ങനെ എപ്പോഴും അന്തർവാഹിനികൾക്ക് മുകളിലേക്ക് വരേണ്ടി വരുന്നു. അതുകൂടാതെ ഡീസൽ എഞ്ചിനുകളുടെ ശബ്ദം വളരെ കൂടുതലാണ്. ഈ പോരായ്മകൾ കാരണം ന്യൂക്ലിയർ സബ്മറൈനുകളെ നിർമ്മിച്ചു. ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയാണ് ഇത്തരം സബ്മറൈനുകൾക്ക് പവർ കിട്ടുന്നത്. യുറേനിയമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ്. യുറേനിയം ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾ മാസങ്ങളോളം ഉപരിതലത്തിൽ വരാതെ മുങ്ങിക്കിടക്കുവാൻ സാധിക്കും. ഏകദേശം 3 മാസത്തോളം ഇവർക്ക് കണ്ടിന്യൂസ് ആയി മുങ്ങിക്കിടക്കുവാൻ സാധിക്കും. എന്നാലും ഇവ ഇടയ്ക്ക് തീരത്തടുപ്പിച്ച് ഉള്ളിലുള്ള ജീവനക്കാരുടെ ആഹാരവും വെള്ളവും മറ്റും നിറയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ ഉള്ളിലുള്ള ജീവനക്കാർ മാറിയിട്ട് പുതിയ ആളുകൾ കയറുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ന്യൂക്ലിയർ സബ്മറൈനുകൾ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവ് കൂടിയവയാണ്. സബ്മറൈനുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഉപയോഗിച്ചാണ് സബ്മറൈനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. സൗണ്ട് വേവ്സ് വെള്ളത്തിലേക്ക് അയച്ച് അവ ഒബ്സ്റ്റക്കിൾസിനെ തട്ടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മുന്നിലുള്ള തടസ്സങ്ങളെ അവർ മനസ്സിലാക്കുന്നതും മുന്നോട്ട് നീങ്ങുന്നതും. ചുറ്റും ഇരുട്ടായതിനാൽ മുങ്ങിക്കപ്പലുകളുടെ അകത്തു നിന്നും പുറത്ത് കാണുവാനായി ഒരു ടെലിസ്കോപ്പും ഉപയോഗിക്കാറുണ്ട്. ഒരു സബ്മറൈന്റെ വേഗത 27 km/h തൊട്ട് 37 km/h വരെയാണ്. നമ്മുടെ ഇന്ത്യയിലും ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളും ന്യൂക്ലിയർ സബ്മറൈനുകളും ഉപയോഗിക്കാറുണ്ട്. അന്തർവാഹിനികൾ കടലിനടിയിലൂടെ പോകുന്നതിന്റെ യാതൊരു ലക്ഷണവും പുറത്തുനിന്ന് നോക്കിയാൽ അറിയുകയില്ല. അങ്ങനെ വന്നാൽ ശത്രുക്കൾക്ക് അന്തർവാഹിനികളെ സ്പോട്ട് ചെയ്യാനും നശിപ്പിക്കുവാനും സാധിക്കുന്നു. അന്തർവാഹിനികളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ഉപയോഗപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി ഇനി ഒരു ദിവസം കാണുന്നവരെ ബൈ ബൈ.